എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 75-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഭസ്മവാപി. മന്നവാ മഹാമതേ, നന്മയോടിപ്പോൾ ഞാനും ചെന്നുടൻ ശബരിക്ക് സായുജ്യമേകിയിടുന്നേൻ. അന്നവൾ ത്രേതായുഗേ സഗുണം ഭജിക്കയാൽ വന്നവൾക്കൊരു ജന്മം ശബരിയായി പുനഃ. ഇന്നവൾ എന്നിൽ ബ്രഹ്മസായുജ്യമണഞ്ഞിടും, പിന്നെ അങ്ങവൾക്കൊരു ജന്മവുമെത്താന്യൂനം. എന്നുടെ ശരാഗ്രത്താൽ വന്നുളവാകും കുളം തന്നിലായവൾ ഗാത്രഭസ്മവും പതിച്ചിടും. ഭക്തകോടികൾ നിജസന്താപങ്ങളെ പോക്കാൻ ഭസ്മവാപിയിൽ പുണ്യസ്നാനങ്ങൾ ചെയ്തിടുമേ. ഭസ്മലേപനം ചെയ്യിൽ കൈവരും വിശുദ്ധികൾ, ഭസ്മവ്യാപിയിൽ സ്നാനം കൈവല്യപ്രദായകം. സപ്തസാഗരങ്ങളും സപ്തനിർജരികളും എത്തുകിൽ ലഭിച്ചിടും പുണ്യസ്നാനങ്ങൾ ഗുണം. മർത്യകോടികൾക്കെന്നും ഭസ്മവ്യാപിയാലെത്തും പാപമോചനങ്ങൾക്കും ഊഴിയിൽ പ്രസിദ്ധമാം. എന്നുടെ വാമപാർശ്വേ കണ്ടിടും ഭസ്മകുളം, എന്നുമേ മർത്യർക്ക് അമൃതവാപിയാം മഹാമതേ. താമസഗുണങ്ങളാൽ ക്ഷീണങ്ങളേറ്റിടുന്ന താമസൻ കരിതൻ്റെ ക്രൂരമാം ദിനങ്ങളിൽ ഭൂമിയിൽ ശബരിയാലേ ഭസ്മതീർത്ഥത്തിൽ സ്നാനം ഭൂതിദായകപ്രദം ആനന്ദപ്രദായകം പാപവാരണപ്രദം ശാശ്വത ഐശ്വര്യപ്രദം ശ്രീകരം സച്ചിത് ബ്രഹ്മൻ ശ്രീയേകും ഭാഗ്യപ്രദം. 18 ആലയങ്ങൾ. കാലമാങ്കലവും ഭൂമൗ ധർമ്മന്യൂനത്വം തന്നാൽ മാലുകളേറിയിടുമേ നാരകം ഭവിക്കുമേ. ധർമ്മഹീനത്വം തന്നാൽ തമിശ്രം നിറഞ്ഞിടും സന്മതേ ധാർമ്മികന്മാർ ശോകാഗ്നോ പതിച്ചിടും. തീരാവ്യാധികൾ തന്നാൽ ആടലിൽ പുഴം ലോകർ പാരാതെ സർവം ബന്ധു വെണ്ണീറായി ചമഞ്ഞിടും. പാരാതെ ഭൂമൗ ഭാരതാഖ്യായി അറിഞ്ഞിടും ചേലുറ്റ ഖണ്ഡത്തിങ്കൽ പേരെഴും മലയാഴം. താവകരാജ്യം തന്നിൽ വൻപഴും ശൈലേന്ദ്രനാൻ ശ്രീ സഹ്യാജലേ മദ്ഭക്ത തപം ചെയ്ത് പ്രീതിയാർന്നിൽ ബ്രഹ്മസായുജ്യം പ്രാപിച്ചൊരു ധന്യമാം തലത്തിങ്കൽ മന്നവാ വാഴും ലോക നന്മയ്ക്കായിട്ടെന്നും ധന്യമായി 4-ാം യുഗേ. മുന്നമേ ജാമജ്ഞൻ ഉള്ളത്തിൽ കൊതിച്ചുപോൽ, പിന്നീട് ഭാർഗവനാൽ ധന്യമായി മലയാഴ. മണ്ണിങ്കൽ 17 ദിവ്യസ്ഥാനങ്ങൾ തോറും എന്നെയും പ്രതിഷ്ഠിക്കും ധന്യരായിടും ലോകർ. ധന്യമാം അഷ്ടദശാലയങ്ങൾ ധന്യമായി വരിക്കയാൽ ഭാർഗവൻ തന്നാൽ ഞാനും അഷ്ടാദശാക്ഷേത്രങ്ങളിൽ പുഷ്ടദുഷ്ടിയാർന്നേറ്റം വാഴുമ്പോൾ കരി തന്നാൽ പെട്ടുപോകില്ല ധർമ്മം എന്നതും ചൊല്ലിയിടുന്നേൻ. കലികാല നരർക്കെല്ലാം പരിതാപം കുറച്ചിടാൻ ഉലകങ്ങൾ പ്രാണനായി ശബരിയാലത്തെ വാഴും. പിന്നെ ഞാൻ കുലദേവനാമത്തിലറിയുമേ അന്യമാം 16 ആലയങ്ങളും മമസ്ഥാനം. നിന്ദ്യനാങ്കലി പോലും ധന്യതയേറും സംഖ്യവന്ധ്യമാം 18-നെ കേൾക്കുമ്പോൾ ഞെട്ടിയിടുമേ. മാനവ ശരീരത്തിനാസ്പദമാവും ചക്രമാറിലും കരേറുവാൻ 3 പാദങ്ങൾ ചേരും. ജീവവായുവാ മന്ത്രം ശ്രീ മഹാനവാക്ഷരി ന്യൂനഹീനമായി ദ്വയമാത്രയിൽ ഓതിയിടണം. ഓരോരോ പാദങ്ങളും ഓരോ ചക്രത്തിൽ ചേർക്കിൽ 6 ചക്രങ്ങൾ തുഷ്ട്യാ താണ്ടിടാൻ ദ്വിമാത്രയിൽ. അങ്ങനെ ഷടാധാര ചക്രങ്ങൾ കടക്കുമ്പോൾ മഞ്ജുളാങ്കാനമെന്നെ കണ്ടിടാം മൂർധാവിങ്കൽ. ഏതുമേ 18-നെ പ്രീതനായി കാണും എന്നെ പ്രീതരാൽ ചൊല്ലിക്കേൾപ്പൂ 18-ൻ പൊരുളെന്ന്. പ്രീതിയോടെന്നെ മമരൂപിയാം പരശുരാമൻ ശ്രീയിൽ ശബരിയാലേ വാഴ്ത്തിടും തത്ര മമ. പ്രീതിയേറിയിടും മറ്റ് ദിവ്യശൃംഗങ്ങൾ അതിരിരാജനാം സഖ്യൻ്റെ ഉത്തമാംഗങ്ങൾ കൂടി. ദിവ്യമാ ശബരിമല പൊന്നാലയത്തിൽ മല ശ്രീപാദഗിരി മഹാനിലയ്ക്കൽ മൂഴിതാനും നീലമാമല പിന്നെ ചുറ്റമ്പല മലകളും ശ്രീയേറും മതങ്കാദ്രിയും ഖഡ്ഗി ഗൗണ്ടർഗിരീന്ദ്രരും സുന്ദരഗിരി നാഗപർവ്വതം ദേവർമല മയിലാടും മുടി വൃഷഭവന്തിമലകളും 7 ശൃംഗങ്ങൾ ചൂടും കളഭാദ്രിയതും തോഴർ തലപ്പാറ ഇഞ്ചിപ്പാറ പുതുശ്ശേരി മുടികളും പേരേറുമിവർ 18 മാമലകളും പ്രീതിയേകിയിടുന്നത് മാമക പ്രിയർക്കെന്നും. ആരുപോൽ നവാക്ഷരി പ്രീതരായി 18 ഓതി പാരാതെ 18 ത്രിനാമങ്ങൾ ചൊല്ലിയിടുന്നു. നേരെപോലവർ മമദാസരായി വാഴും മേലിൽ നേരെ ഏശീടാ കലികാലൻ്റെ വിനകളും.
മേലേടം കരാളത്ത് മേറി വന്നിടുന്നേരം ലോകഭാഗങ്ങൾ തോറും മത്ക്ഷേത്രം ചമച്ചിടും. തന്നെയും മമ ഭക്തർ ഭിന്നദേശങ്ങൾ തോറും പൊന്നാലയങ്ങൾ തീർത്തിട്ട് എന്നെയും പ്രതിഷ്ഠിക്കും. എങ്കിലും ശങ്കാഹീനം ചൊല്ലുന്നേൻ മഹാത്മനെ എന്നുടെ വാസാലയം ഭക്തമാനസം ന്യൂനം. ദേഹികൾ ഗാത്രങ്ങളാൻ ക്ഷേത്രങ്ങൾക്കുള്ളം വാഴും ക്ഷേത്രജ്ഞൻ നാനെന്നുള്ള തത്വവും ഓതിയിടുന്നേൻ. തത്വങ്ങളാകും 18 നൽപ്പഴി കയറിയെത്തുകിൽ എന്നെ നന്നായി കണ്ടിടാൻ മനുഷ്യർക്ക്. തത്വമായി ഗാത്രം തോറും ഗുപ്തമാം പഴിയാറും മുക്തമായി കയറിയിടുമ്പോൾ എത്തിയിടുമൻ ക്ഷേത്രത്തിൽ. ആധാരചക്രങ്ങളിൽ 6 ഓരോന്നിനും മൂല്യമായി തത്വം 3 വീതമായി കൽപ്പിക്കുമ്പോൾ മൂല്യമായി മൂർധാവിങ്കൽ പ്രോജ്വലിച്ചിടുമെന്നിൽ. ചാലവേ അണഞ്ഞിടാൻ കയറേണം 18 ആകയാൽ സോപാനങ്ങൾ 18 കയറിയിടുമ്പോൾ ആകുലഹീനം ഭക്തർ എന്നെയും കണ്ടിടുമേ. ദേഹവാസിയായി ദേഹിയായുള്ള ക്ഷേത്രജ്ഞനായി ശ്രീകോവിൽ വാസിയായോരെന്നെയും ദർശിച്ചിടാൻ. 10 മാമ്പടി തത്വമായി ചമയ്ക്കുവാൻ ഉത്തമ ഞാൻ ചെന്നതും വ്യക്തമായി കഴിഞ്ഞില്ലേ. 18 സോപാനങ്ങൾ കയറി വന്നെത്തുന്നേരം പരിതാപമെല്ലാം പോക്കി സാലോക്യം പ്രാപിച്ചിടാം. സാലോക്യമെത്തിയിടുന്നവർ സാമീപ്യ സൗഖ്യങ്ങളും സാരൂപ്യ ഭാവങ്ങളും ഏതുമേ പ്രാപിച്ചിടും. സാരൂപ്യമുണ്ടായെന്നാൽ സായുജ്യം പ്രസാദമായി സായുജ്യപ്രദായകൻ മോദമായി കരിഞ്ഞിടും. സാലോക സാമീപ്യ സാരൂപ്യ സായുജ്യങ്ങൾ സാദരം ലഭിപ്പവർ തന്നെ ആനന്ദം ചൊല്ലാവതോ. സ്വാമിയാൻ ത്രിലോകേശനേപമായി അരുൾ ചെയ്ത് താതനോടൻ ചൊന്നാൻ വന്ദ്യനാം മമ മാതാതാം. നന്മയോടിപ്പോൾ മമ പൂജാവിധാനങ്ങളെ നിർമ്മലൻ കുംഭോത്ഭവനേതുമേ ചൊല്ലിയിടുമേ. എന്നുടെ മഹാഭക്തൻ മാമുനീവരൻ മോതാൽ എന്നുടെ മൂർത്തി നന്നായി പ്രതിഷ്ഠ ചെയ്യേണ്ടും ദിനം. സന്നിഹിതനായിടുമേ മംഗളം ഭവിക്കതേ. ഇന്ന് ഞാൻ പോയിടുന്നേൻ വന്ദ്യനാം മമതാതാം. എന്നുടെ വിയോഗത്താൽ ജനകരും ദുഃഖിക്കല ധന്യനാം ഇവിടുത്തെ പുത്രദാസനാമഹം. ഓർക്കയിൽ ഖേദിക്കുവാൻ ഹേതുക്കളുണ്ടോ വച്ച. പാർക്കും ഞാൻ അഖിലങ്ങൾക്കും ഉള്ളിലെന്നുറയ്ക്കയിൽ ഈ 7 ലോകങ്ങൾക്കും ജീവനാഥനായി സർവഭൂതങ്ങൾക്കുള്ളം വാഴും ഭൂതനാഥനാം ഞാനും. താതൻ്റെ ഉള്ളത്തിൽ സർവ്വതാ രമിക്കുമ്പോൾ യോഗമെന്യേ വിയോഗമൊന്നുണ്ടാവതോ. അദ്വൈതമാവുമ്പോൾ ഉർവിയിലെല്ലാത്തിലും നിശ്ചയം ഭവിക്കുന്നതോർത്ത് തന്മനം തന്നിൽ അച്യുത വികാരനായി മത്മതം രമിപ്പിച്ചാൽ അച്യുതാത്മന അച്ഛൻ മോദമായി സുഖിച്ചിടും. അച്ഛൻ്റെ ദാസൻ ഞാനും അച്ഛനൻ ഭക്തൻ താനും നിശ്ചയിക്കണമെന്നെ ഭക്തദാസനായി യച്ഛാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.